എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു വിഷയം ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ആരൊക്കെ കണ്ടിരുന്നു, ഏതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ അധികാരികൾ മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് സ്കൂളിൻ്റെ മുൻവശമാണ്. സ്കൂളിൻ്റെ അധികാരികൾ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആൾക്കാർ, പിന്നെ അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെയൊക്കെ അറിയിക്കാമോ. ഞാൻ തന്നെ പലതവണ PWD ഫോർ യു ആപ്പ് അങ്ങനൊരു ആപ്പുണ്ട്. അതിലൂടെ ഈ ഒരു വിഷയം കംപ്ലൈൻ്റായിട്ട് അറിയിച്ചിരുന്നു. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവർ സൈഡിൽ കൊണ്ട് അവരുടെ എന്തോ അത് ഫില്ല് ചെയ്യാനുള്ള എന്തോ കൊണ്ടിടാം എന്ന് മാത്രം അന്ന് പറഞ്ഞിരുന്നു. പിന്നീടൊന്നും നടന്നു കണ്ടില്ല. ഇപ്പം മഴയാണ്. ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതും വെള്ളത്തിൻ്റെ പുറത്താണ്. ഇവിടെ എല്ലാവർക്കും നേരിട്ട് കാണാവുന്നത് പോലെ വെള്ളമാണ് അവിടെ കിടക്കുന്നത്. വെള്ളം അത് കുഴിയാണ്. കുഴിയിൽ വെള്ളം നിന്നാൽ ചെളി ഉണ്ടാവും. അത് മാറിക്കഴിയുമ്പോൾ അറിയാം എല്ലാവർക്കും ചെളി ഉണ്ടാവും. അങ്ങനെ തുടരുമത്. ഇതിൻ്റെ റിസ്ക് എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവും. വാഹനങ്ങൾ വരുന്നത് കണ്ടോ, എത്ര സ്പീഡിലാണ് വരുന്നത്, വലതുവശം ചേർന്നൊക്കെയാണ് വരുന്നത്. ഇതുവഴിയാണ് കുട്ടികൾ നടക്കേണ്ടത്. ഇന്ന് കുട്ടികൾ വരുന്ന ദിവസമല്ല. അതുകൊണ്ടാണ് ഇവിടെ നിർത്തി ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. മറ്റു ദിവസങ്ങളിൽ കുട്ടികൾ വരുന്ന ദിവസമാണ് എനിക്കിവിടെ വണ്ടി ഇട്ടിട്ട് ഇത്രയും നേരം ഇതെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. അത് മര്യാദയല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇത് ചെയ്യുകയാണ്. ഇതെങ്കിലും കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നെങ്കിൽ മനസ്സിലാവട്ടെ. ഇവിടെ റോഡിൻ്റെ വശത്തെ വര ഇവിടെ ഇപ്പോൾ കാണാനില്ല. വശങ്ങളിൽ വരയ്ക്കുന്ന വരയും റിഫ്ലക്ടർ അതൊന്നും ഇപ്പോൾ ഇല്ല. അതൊക്കെ പോയി കഴിഞ്ഞു. അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞു. നമുക്കറിയില്ല വര എവിടെയാണെന്നും. വാഹനങ്ങൾ വര നോക്കി വരുന്ന വാഹനങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് വാഹനം ഓടിച്ച് പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ മര്യാദ കാണിക്കാത്ത ആൾക്കാരുടെ നാടാണിത്. അപ്പോൾ റൂൾസൊന്നും ശരിയായി പാലിക്കാത്തതും മര്യാദ കാണിക്കാത്തതുമായ ആൾക്കാരുടെ നാടാണ് ഇവിടെ. ഈ കുട്ടികൾ നടന്നു വരുന്നവരുണ്ട്. വാഹനങ്ങളിൽ കൊണ്ടിറക്കി പോകുന്ന മാതാപിതാക്കളും ഓട്ടോറിക്ഷ ഇങ്ങനെയൊക്കെയുണ്ട്. ഇവരൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് റോഡിലാണ് നിർത്തേണ്ടത്. റോഡിൽ നിർത്തിയിട്ടാണ് കുട്ടികളെ ഇറക്കുന്നത്. ഇതെത്രമാത്രം അപകടം നിറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടന്നു പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും ഇതൊരല്പം കൂടിയ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് പലപ്പോഴായിട്ട് ഇവിടുത്തെ പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ടുണ്ട്. അവരും നിസ്സഹായ അവസ്ഥയിലാണ് എന്ന് വേണം കരുതാൻ. അവർക്ക് ചെയ്യാനും സാധിക്കില്ല, എന്നാൽ അവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല, എന്നാൽ ചെയ്തു കൊടുക്കേണ്ടവർ ചെയ്യുകയില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലും എന്തെങ്കിലും നടക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നന്ദി, നമസ്കാരം.